മസ്റ്റ് വാച്ച്. നല്ലൊരു മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചേച്ചി നന്നായി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൗബിനൊക്കെ എല്ലാവരും. പിന്നെ മെയിൻ ആയിട്ട് എടുത്തു പറയാനുള്ളത് ഒരു വുമൺ ആണ് ഇതിന്റെ വുമൺസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനത്തെ നല്ല നല്ല പടങ്ങൾ വരട്ടെ. അപ്പോ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണാം. നല്ലൊരു ത്രില്ലർ സബ്ജക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനത് ചേച്ചിയോട് പറയായിരുന്നു. നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. കാരണം ആ യൂണിഫോമിൽ വരുമ്പോ തന്നെ ഓരോ ഒരു സല്യൂട്ട് അടിക്കുമ്പോ തന്നെ അതിൽ ഭയങ്കര ഒരു കറക്റ്റ് ഒരു പോലീസ് നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് ചേച്ചിയുടെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി. നല്ല രസമുണ്ട്. കാരണം ആദ്യം അവര് തമ്മിലൊരു കീരിയാണ്. പിന്നെ അവര് ചെയ്യുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് കാരണം നന്നായിട്ട് എല്ലാവരും അഭിനയിച്ചു. പിന്നെ ആണെങ്കിലും പിന്നെ വേറെ എടുത്തു പറയാൻ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഒരു വുമൺ ക്യാരക്ടർ എന്ന് പറയുന്നത് അത് കുറച്ചും കൂടെ നന്നായിട്ട് ഞാനെന്നൊരു വുമണിന് കുറച്ചും കൂടെ ഒരു പ്രൗഡാണ്. സാധാരണക്കാർക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു പോലീസ് കേസ് എന്നൊക്കെ കേട്ടാൽ നമുക്ക് ഭയങ്കര പേടിയാണ്. കാരണം അതിന്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയില്ല. അപ്പൊ പോലീസുകാർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അവർക്കൊരു പോലീസ് കേസ് വന്നു കഴിഞ്ഞാൽ വലിയ ക്വസ്റ്റ്യൻ അല്ലേ? ആ ക്വസ്റ്റ്യൻ അതിനൊരു ഉത്തരവാണ്. അപ്പോ ഇങ്ങനെയുള്ള സിനിമകൾ വളരെ റെയറായിട്ട് വരാറുള്ളൂ. അതായത് പോലീസുകാരുടെ പ്രശ്നങ്ങൾ എടുത്തു കാണിക്കുകയും അവരതിനെങ്ങനെ നേരിടുന്നത്, അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് ഉണ്ടായിരിക്കും വളരെ കൃത്യമായിട്ട് അത് കാണിച്ചിട്ടുണ്ട്. വളരെ നല്ല രസമുള്ള ഒരു സ്റ്റോറി ലൈനാണ്. മനുഷ്യന്മാരുടെ ബന്ധങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് കെട്ടിപ്പിണഞ്ഞ് കിടക്കുന്ന ഭയങ്കരമായിട്ട് ഒരു അത്ഭുതം തോന്നുന്നു ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ കഥാപാത്രങ്ങളും. അത്തരത്തിലുള്ള നല്ലൊരു സ്ക്രീൻ പ്ലേ ഉണ്ട്. ഓരോ ക്യാരക്ടേഴ്സിനും വ്യക്തമായിട്ടുള്ള ഒരു ക്യാരക്ടറൈസേഷൻ വളരെ രസമായിട്ട് സിനിമ വന്നിട്ടുണ്ട്. ഇതൊരു മികച്ച സിനിമയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അതുകൊണ്ട് നല്ല മികച്ചൊരു സിനിമയാണത്. ഡയറക്ടർ വളരെ മനോഹരമായിട്ട് അത് ഡയറക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അഭിഷേക് ആദ്യമായിട്ടാണ് ഒരു പോലീസ് ക്യാരക്ടർ ചെയ്യുന്നത്. പോലീസ് യൂണിഫോമിൽ കാണുമ്പോൾ തന്നെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. സൗബിനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല കോംബോ ആയിരുന്നു. അതൊരു പുതിയൊരു കോംബോ, നല്ല രസമുണ്ടായിരുന്നു. ശേഷം അപ്പൊ അതിന്റെ ഒരു രസം ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യാൻ പറ്റിയെന്നുള്ള സന്തോഷം. ഉറപ്പായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ത്രില്ലറാണ്. സോ ഐ തിങ്ക് എല്ലാവർക്കും ആ ഒരു നമുക്ക് കിട്ടിയ ഒരു എനർജി അവർക്ക് ഇങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കും. ഭയങ്കര ഫണ്ണാണ്. നമ്മളങ്ങനെ ടെൻഷൻ അടിപ്പിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കാറില്ല. അത് രസമായിരുന്നു. അങ്ങനെ പറയാൻ പറ്റത്തില്ലെന്നോ? പിന്നെ ഇൻവെസ്റ്റിഗേഷൻ ആണ്. നമ്മൾ പോലീസുകാരുടെ ജീവിതത്തിൽ നടക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ലൈഫിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനും അവരുടെ ലൈഫ് എങ്ങനെ ഇൻവോൾവ് ആവണം എന്നുള്ളൊരു സാധനമാണ്. എല്ലാവരും വന്ന് കാണണം. അതെ ഉറപ്പായിട്ടും. ഇത് ത്രില്ലർ മൂവീസ് നമുക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ജോണർ ആണെന്ന് എനിക്ക് വിശ്വസിക്കുന്നു. വെറൈറ്റി അല്ലേ എന്ന് വെച്ചാൽ നമ്മൾ ഒന്നാമത്തെ നവ്യ ചേച്ചിനെ കുറെ നാളുകൾ കൂടിയാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. അതും ഇങ്ങനെ ഒരു വെറൈറ്റി റോളില് നമ്മൾ പണ്ട് കണ്ടൊരു നവ്യ ചേച്ചി അല്ല ഇപ്പൊ. അപ്പം പ്രതീക്ഷിക്കാത്തൊരു ക്യാരക്ടറാണ്. അത് നവ്യ ചേച്ചി നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടിപൊളിയായിരുന്നു. താങ്ക് യു. ഞാൻ 3 മൂവി ഹീറോ ആയിട്ട് ചെയ്തതാണ്. എല്ലാ മൂവിയും നല്ലതാണ്. എല്ലാവരും ചിത്രം തിയേറ്ററിൽ നിന്ന് വന്ന് കാണണം. പാതിരാത്രി വേറൊരു വൈബാണ്. ഫുൾ ഒരു നൈറ്റ് ഫുൾ സിനിമ കഴിഞ്ഞിട്ട് വേറെ വൈബിൽ ചെയ്ത നല്ലൊരു മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. നല്ല മൂവിയാണ്. വേറെ വൈബാണ്. കാരണം നവ്യജിനെ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ കാണുന്നത്. ഞാൻ പോലീസ് ഓഫീസറായിട്ട് കഴിഞ്ഞ ദിവസം ചെയ്തതാണ്.